ആക്രമിക്കപ്പെട്ട കേസില് അന്തിമ വിചാരണ പുരോഗമിക്കുകയാണ്. ജനുവരി മധ്യത്തോടെ വിചാരണ നടപടികള് പൂർത്തിയാക്കി കേസ് വിധി പറയാൻ മാറ്റിയേക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതിനിടയില് ഇപ്പോഴിതാ പൾസർ സുനിയുടെ മൊഴികള് കേസില് ദിലീപിന് കൂടുതല് കുരുക്കുമുറുക്കുമെന്ന് പറയുകയാണ് സംവിധായകൻ ബൈജു കൊട്ടാരക്കര. ന്യൂസ് ഗ്ലോബ് ടിവി എന്ന തന്റെ ചാനലിലൂടെയാണ് സംവിധായകന്റെ പ്രതികരണം. നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ അവസാനഘട്ട വിചാരണ 2-3 ദിവസം മുൻപാണ് തുടങ്ങിയത്. വിചാരണ നടപടികള് തുറന്ന കോടതിയില് വേണമെന്ന നടിയുടെ ആവശ്യത്തില് ഇതുവരെയും തീരുമാനമായിട്ടില്ല. ഇത്രയും കാലം വിചാരണ നടന്ന സമയങ്ങളില് മുഴുവൻ അവിടെ നടന്ന പല കാര്യങ്ങളും പ്രതിഭാഗം തെറ്റായ രീതിയില് പ്രചരിപ്പിച്ചതോടെയാണ് വിചാരണ അടച്ചിട്ട കോടതിയില് നിന്ന് മാറ്റി തുറന്ന കോടതിയില് വേണമെന്ന നടി ആവശ്യപ്പെട്ടത്. കാവ്യ മാധവന്റെ ഡ്രൈവറായി താൻ 4.5 വർഷം ജോലി ചെയ്തിരുന്നുവെന്ന് പൾസർ സുനി കോടതിയില് പറഞ്ഞതായിട്ടാണ് പുറത്തുവരുന്ന വാർത്തകള്. അതുമാത്രമല്ല, സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലുമെല്ലാം പൾസർ സുനിയെ തനിക്ക് അറിയുകയില്ല, യാതൊരു ബന്ധവുമില്ല എന്നൊക്കെ പറഞ്ഞ ദിലീപിനും അഭിഭാഷകർക്കുമെല്ലാം പൾസർ സുനിയുടെ ഈ തുറന്ന് പറച്ചില് വലിയ ആഘാതമായി മാറുമെന്നാണ് മനസ്സിലാകുന്നത്. ഏതാണ്ട് 6900ഓളം ഇൻക്രിമിനേറ്റിംഗ് ചോദ്യങ്ങളാണ് അവിടെ ചോദിച്ചിട്ടുള്ളത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഒരു അഭിഭാഷകൻ പറഞ്ഞത് പ്രതിഭാഗം വക്കീല് തന്നെ പ്രതിഭാഗത്തിന് ശിക്ഷ വാങ്ങിക്കൊടുക്കും എന്നാണ്. കാരണം പറഞ്ഞുവന്ന കാര്യങ്ങൾ എല്ലാം അങ്ങനെ ആയിപ്പോയെന്നാണെന്തായാലും ഈ വിചാരണ ഉടൻ തന്നെ അവസാനിക്കും. ശിക്ഷാവിധിക്കുള്ള തീയതി പറയും. അതിനിടയിലാണ് ഇപ്പോൾ അതിജീവിത രാഷ്ട്രപതിക്ക് കത്ത് അയച്ചിരിക്കുന്നത്. തന്നെ ആക്രമിച്ച ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് 3 കോടതികളില് പരിശോധിച്ചിട്ടും യാതൊരു അന്വേഷണവും അക്കാര്യത്തില് നടക്കുന്നില്ലെന്ന് കാണിച്ചാണ് അതിജീവിത കത്ത് അയച്ചിരിക്കുന്നത്. വിചാരണ കോടതിയെയും ഫസ്റ്റ് ക്ലാസ് കോടതിയെയും ഹൈക്കോടതിയെയും സുപ്രീം കോടതിയെയും സമീപിച്ചിട്ടും ഇതുവരെ ഒരു തീരുമാനമുണ്ടാക്കാത്തതിനെ തുടർന്നാണ് നടപടി. കൊളീജിയത്തിലെ എല്ലാ അഭിഭാഷകർക്കും കഥയച്ചതിന് പിന്നില് ഈ കേസിന്റെ വിധി എന്തായിരിക്കുമെന്ന് അറിയില്ല. പക്ഷേ ജനങ്ങളുടെ മനസ്സില് ഈ കേസില് പ്രതിഭാഗം നടത്തിയിരിക്കുന്ന മാൽപ്രാക്ടീസുകൾക്ക് ഇന്നല്ലെങ്കില് നാളെ മറുപടി പറഞ്ഞേ മതിയാകൂ. ബൈജു കൊട്ടാരക്കര പറഞ്ഞു. നടി ആക്രമിക്കപ്പെട്ട കേസില് നടൻ ദിലീപ് അടക്കം 9 പ്രതികളാണ് ഉള്ളത്. പൾസർ സുനിയാണ് 1-ാം പ്രതി. ദിലീപ് 8-ാം പ്രതിയാണ്. ദിലീപിനെതിരെ ഗൂഢാലോചന കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. കേസില് നേരത്തെ 89 ദിവസത്തോളം ദിലീപ് ജയിലില് കഴിഞ്ഞിരുന്നു. 2017 ഫെബ്രുവരി 17-നാണ് കൊച്ചിയിൽ ഓടുന്ന വാഹനത്തിൽ വെച്ച് നടി ബലാത്സംഗത്തിനിരയായത്. ദിവസങ്ങൾക്കുള്ളില് തന്നെ സുനി അടക്കമുള്ളവർ അറസ്റ്റിലായിരുന്നു.